ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് പേർക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, ആരെ കണ്ടാലും നമുക്ക് നമ്മളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കുറച്ച് പേരാണെങ്കിൽ ആരെ കണ്ടാലും അവരൊന്ന് ബോഡി ഷേമിങ് ചെയ്യാതെ പോകുന്നത് മനസ്സമാധാനക്കേടായി നടക്കുന്ന എല്ലാം തികഞ്ഞ കുറച്ച് പേർക്ക് വേണ്ടി വീഡിയോ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഞാനും കുറേ കേട്ടിട്ടുള്ളതാണ്. സ്ലിമ്മായി ഇരിക്കുന്നതിന് ഒരുപാട് കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഡെലിവറി കഴിഞ്ഞ സമയത്ത്. ഒന്നാമത് സിസേറിയനായിരുന്നു. അതിൻ്റെ മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ട് ഗ്യാസിൻ്റെ പ്രശ്നം, ഭക്ഷണം കഴിക്കും, ആദ്യത്തെ ഉരുള കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞ പോലൊരു ഫീൽ, ഇങ്ങനത്തുള്ളൊരു കണ്ടീഷനിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അതൊക്കെ കഴിഞ്ഞത് ഇങ്ങോട്ട് കൊച്ചിനെയും കൊണ്ട് ഇങ്ങോട്ട് എഴുന്നള്ളി വന്നപ്പോഴത്തേക്കും ആവശ്യത്തിന് കേട്ടതാണ്. ഒന്നും കഴിക്കില്ലായിരുന്നു കൊച്ചെ, ലേഹ്യമൊന്നും വാങ്ങിച്ച് തന്നില്ലായിരുന്നു അമ്മയും അച്ഛനൊന്നും നിനക്ക് ലേഹ്യമൊന്നും വാങ്ങിച്ചു തന്നില്ല, ഒന്നും കഴിക്കത്തില്ലേ? ഇത് പറയണവർക്കെന്നാൽ പിന്നെ കുറച്ച് ലേഹ്യം വാങ്ങിച്ചുകൊണ്ട് വന്നൂടെ? അപ്പോൾ അതങ്ങനെ എല്ലാ തരത്തിലും ഉണ്ട് കേട്ടോ. നമ്മളൊരു ഏകദേശം ഒരു വാർത്തെടുത്തതുപോലെ ഏകദേശം ഒരു വണ്ണത്തിലേക്ക് ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇവരുടെ കുത്തും. അഥവാ കുറച്ചങ്ങോട്ട് കൂടിപ്പോയാലോ അതും കുഴപ്പം തന്നെ കേട്ടോ. കുറച്ചങ്ങോട്ട് ആ സ്ലിമ്മിൽ നിന്നും കുറച്ചങ്ങോട്ട് കൂടിപ്പോയാലും പിന്നെ ഞാൻ പറയും ശരീരം അല്ലെങ്കിൽ ജോലി ചെയ്യണം കേട്ടോ. ശരീരം അല്ലെങ്കിൽ ജോലി ചെയ്താലേ വണ്ണം കുറയും. അപ്പോൾ ഈ നമ്മൾ വണ്ണം കൂടിയവരോട് അവരെങ്ങനെ പറയും കേട്ടോ, ചില കൃമികടി പിടിച്ചവർ വണ്ണം കൂടുതലുള്ളവരോട് പറയും ശരീരം അല്ലെങ്കിൽ ജോലി ചെയ്യാം. അപ്പോൾ ഈ വണ്ണം കുറഞ്ഞ് നമ്മളോട് എന്താ പറയാത്തത്? കുറച്ച് ജോലി ചെയ്താൽ മതി എന്ന്. അടുക്കള ജോലിയൊക്കെ കുറച്ച് ചെയ്താൽ മതി മോളെ, അത് അവിടെ കിട്ടക്കട്ടെ എന്ന് എന്തുകൊണ്ട് നമ്മളോട് പറയാത്തത്? അപ്പോൾ അതല്ല കാര്യം. അതൊക്കെ ഓരോരുത്തരുടെ ശരീരപ്രകൃതമാണ്. ദയവ് ചെയ്ത് വിഡ്ഢികളായ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അതൊക്കെ ഓരോരുത്തരുടെ ശരീരപ്രകൃതമാണ്. അതിനനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്കും അവർ സ്കെൽറ്റാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഇങ്ങനെ ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമൊന്നുമില്ല. ഓരോരുത്തരുടെ ഓരോരോ ചേഞ്ചസിനനുസരിച്ച് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അതിന് കളിയാക്കി ഒരുമാതിരി അത് പറയണ കേട്ട് കഴിഞ്ഞാൽ എടുത്തിട്ട് കൊടുക്കാൻ തോന്നും. അതുപോലെയാണ് ഓരോരോട് കാര്യം. അപ്പോൾ ഈ എല്ലാം തികഞ്ഞവരാ നിങ്ങൾ, എല്ലാം തികഞ്ഞൊരു ഭാവത്തിൽ നടക്കണവരാണ് ഈ പറയണത്. ഒരു പോരായ്മയേ ഇല്ലാത്ത വല്ല പഠിച്ചിറക്കിയ കുറച്ച് ടീമുകളാണ് ഇത് പറയുന്നത് കേട്ടോ. അപ്പം ചെയ്തു കൂട്ടാവുന്ന എൻ്റെ മാക്സിമം കന്നന്തിരിവുകൾ ചെയ്തവരാണ് നമ്മളോട് ഈ കാര്യങ്ങൾ വന്ന് പറയണമെന്നും കൂടി ഓർക്കണം. ഇവർ ഈ പറയുന്നതിന് മുമ്പായിട്ട് സ്വയം ഒന്ന് അങ്ങ് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ സ്വന്തം പാസ്റ്റ് ഒന്ന് പുറകോട്ട് ആലോചിച്ച് നോക്കിയാൽ മതി. ഞാൻ എങ്ങനെയാണ് വളർന്നു വന്നതെന്ന് എനിക്ക് നല്ല ചിന്തയുണ്ട്, വിചാരമുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത്, നിങ്ങൾ കാണിച്ച പ്രവർത്തികൾ കുറച്ച് വർഷങ്ങൾ മുന്നോട്ട് ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ കടി അങ്ങ് തീർന്നോളും. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും മറ്റൊരാളുടെ ചോദ്യം ബോഡി ഷേമിങ് ചെയ്യാൻ ഒരുത്തർക്കും അവകാശമില്ല. അത് ഒരാളെ കൊണ്ട് മാറ്റാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം. ഒരു ആരോഗ്യക്കുറവായിരിക്കാം, എന്തെങ്കിലും ഡിസബിലിറ്റി ആയിരിക്കാം. ഒരാളെ കൊണ്ട് അയാൾ വിചാരിച്ചിട്ട് ഒരിക്കലും അത് മാറ്റാൻ പറ്റാത്ത ഒരു പ്രോബ്ലം അയാളുടെ ശരീരത്തുണ്ട്. അതിന് നിങ്ങൾ കുത്തി ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. ഒരാളുടെ കഴിവില്ലായ്മയെ കുത്തി നിങ്ങൾ ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഫലം തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. ഇത്ര പറയാനുള്ളത്. നമ്മൾ കുറേ കേട്ട് പറഞ്ഞവർ പലരും ഇപ്പോൾ ഇല്ലേ എന്താണ്. ഇനി അടുത്ത തലമുറയിലോട്ടൊക്കെ ഇതൊക്കെ പകർന്നു കിട്ടാൻ ചാൻസ് കുറവാണ് കേട്ടോ. ഒരു ലെവൽ ഇനിയുള്ള തലമുറകളൊക്കെ അതിനകത്ത് റിച്ച് മറുപടി കൊടുത്തോളൂ. അതുകൊണ്ട് ഇനിയൊക്കെ വായടച്ചിരിക്കാനാണ് സാധ്യത. അപ്പോൾ ഈ വീഡിയോ എല്ലാ ബോഡി ഷെയ്മിങ് ആരെ കണ്ടാലും ബോഡി ഷെയ്മിങ് എന്നിട്ട് നിൻ്റെ കണ്ണെന്താണ് അങ്ങനെ ഇരിക്കണം, നിൻ്റെ മുടി എന്താണ് ഇത്രയുള്ള, അയ്യോ പലതരത്തിലുള്ള ബോഡി ഷെയ്മിങ് ഉണ്ട് കേട്ടോ. കണ്ണുകൾ, പുരികം, എന്താണ് പുരികയില്ലാത്തത് മക്കളെ? അമ്മ കുഞ്ഞിലെ ഇങ്ങനെ വരച്ച് തന്നിട്ടില്ലേ, അതാണോ പുരികയില്ലാത്തത്? അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ബോഡി ഷെയ്മിങ്ങുകൾ ഉണ്ട്. അല്ലാതെ വണ്ണത്തിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ. മോക്ക് അമ്മ പുരുകം വരച്ച് തരാത്തത് കൊണ്ടാണ് ഇങ്ങനെ പുരുകം ഇല്ലാത്തത്. എത്ര വരച്ചിട്ടും ഉള്ളതേ വരുള്ളൂ. വരച്ചത് കൊണ്ടൊന്നും അവിടെ വരഞ്ഞ് വരത്തൊന്നുമില്ല. എങ്കിൽ പിന്നെ നല്ല കുഞ്ഞായിരുന്നപ്പോൾ നല്ല ഷേപ്പിനങ്ങ് വരച്ച് വെച്ചാൽ പോരാ. പിന്നെ ഈ ത്രെഡ് ചെയ്യുന്ന എന്തിനാ ശുദ്ധ വെട്ടികളായി ഇവർ ഈ പറയുന്നവരതൊന്നും ആലോചിക്കുന്നില്ല കേട്ടോ. ചുമ്മാ അങ്ങ് തള്ളി അങ്ങ് വിട്ടേക്കും. ആരെങ്കിലും കുത്തിയ മാത്രം മതി. അതിൻ്റെ പിന്നിലോട്ടൊന്നും കടന്ന് ചിന്തിക്കത്തൊന്നുമില്ല. അത് ആധികാരികമായിട്ടൊന്നും ചിന്തിക്കത്തില്ല. അവൾക്ക് പിരികയില്ല, അത് വരച്ച് വെക്കാത്തതിൻ്റെതാണ്. അപ്പോൾ അവളുടെ അമ്മയ്ക്കും കൂടി കൊടുത്തു. ഇതാണ് സംഭവിക്കുന്നത്. മുടിയില്ലാത്തത് ഒന്നും കഴിക്കാത്തത് കൊണ്ടായിരിക്കും. അത് മാത്രമല്ല, അവൾ മുടി സൂക്ഷിക്കാത്തത് കൊണ്ടാണ് കേട്ടോ. നല്ലപോലെ ചിക്കി ഒതുക്കി എണ്ണയൊക്കെ തേച്ച് നല്ലതുപോലെയൊക്കെ ചിക്കി ഒതുക്കി വെച്ച് വേണം സൂക്ഷിച്ച് കൊണ്ടുവന്നാലേ മുടിക്ക് നീളം വയ്ക്കത്തുള്ളൂ കേട്ടോ. അല്ലാതെ ഒന്നും മുടിയൊന്നും നീളം വയ്ക്കത്തില്ല. ഇവിടെ പനങ്കുല പോലെ ഇറങ്ങണമെങ്കിൽ നമ്മൾ അതുപോലെ കുളിക്കാഞ്ഞിട്ടാണെന്ന് തന്നെ പറയും. ഇത്ര നിങ്ങളൊക്കെ കുളിക്കാത്തഞ്ഞിട്ടാണെന്ന് തന്നെ പറയും. കുറേ കേട്ടതാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവർക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പറഞ്ഞവർക്കൊക്കെ നന്നായിട്ട്. അപ്പം
മൊത്തത്തിൽ ചുരുക്കി പറഞ്ഞാൽ എല്ലാം തികഞ്ഞവരായിട്ട് ഈ ഭൂമിയിൽ ആരുമില്ല. അഥവാ നിങ്ങളെല്ലാം തികഞ്ഞവരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ തികഞ്ഞിരിക്കുന്നതൊക്കെ ഇല്ലാണ്ടാവാനായിട്ട് വെറും ഒരു സെക്കൻഡ് പോലും വേണമെന്നില്ല. അടുത്ത ദിവസം വേണമെങ്കിൽ ഒരു ദിവസം പോലും വേണമെന്നില്ല. ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴത്തേക്കും അതൊക്കെ ഇല്ലാതാവാം. മനസ്സിലായില്ല? അതുകൊണ്ട് തലമറന്നെണ്ണ തേക്കണ്ട, അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കാം. തിരിച്ചടികൾ അല്ലെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും, എപ്പോഴെന്നെങ്കിലും കിട്ടിയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.